കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ. രാജാക്കന്മാർ 1 പുസ്തകം 17 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 17 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യിസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്ക. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളേണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്നു അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരഫാത്തിന് പോയി. അവൻ പട്ടണവാതിൽക്ക് എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുകിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരേണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനു അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം നീ എനിക്ക് ചെറിയൊരു അടയുണ്ടാക്കി കൊണ്ടുവരിക. പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞും പോകയില്ല എന്ന് യിസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാ മുഖാന്തരം അരുളിച്ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നുപോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞുപോയതുമില്ല. അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവന് ശ്വാസമില്ലാതെയായി. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. അവൻ അവളോട്, നിന്റെ മകനെ ഇങ്ങി തരിക എന്ന് പറഞ്ഞു. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കട്ടിലിന്മേൽ കിടത്തി. അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ് കിടന്നു. എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങിവരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങിവന്നു. അവൻ ജീവിച്ചു. ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്നു അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നുവെന്ന് പറഞ്ഞു. രാജാക്കന്മാർ 1 പുസ്തകം 18 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 18 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. നീ ചെന്നു ആഹാബിന് നിന്നെ തന്നെ കാണിക്ക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നുവെന്ന് പറഞ്ഞു. ഏലിയാവ് ആഹാബിന് തന്നെത്താൻ കാണിപ്പാൻ പോയി. ക്ഷാമമോ ശമര്യയിൽ കഠിനമായിരുന്നു. ആകയാൽ ആഹാബ് തന്റെ ഗൃഹവിചാരകനായ ഓബേദ്യാവെ ആളയിച്ചു വരുത്തി. ഓബേദ്യാവോ യഹോവയിങ്കൽ മഹാഭക്തനായിരുന്നു. ഈ സഭയിൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഓബേദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ചു അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു. ആഹാബ് ഓബേദ്യാവോട്,
നീ നാട്ടിലുള്ള എല്ലാ നീരറിവുകളുടെയും തോടുകളുടെയും അരികത്ത് ചെന്ന് നോക്കുക. പക്ഷേ മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതെ കുതിരകളെയും കോവർ കഴുതകളെയും എങ്കിലും ജീവനോടെ രക്ഷിപ്പാൻ നമുക്ക് പുല്ല് കിട്ടും എന്ന് പറഞ്ഞു. അവർ ദേശത്തുകൂടി സഞ്ചരിക്കേണ്ടതിനു അതിനെ തമ്മിൽ പകുത്തു. ആഹാബ് തനിച്ച് ഒരു വഴിക്ക് പോയി, ഓബേദ്യാവും തനിച്ച് മറ്റൊരു വഴിക്ക് പോയി. ഓബേദ്യാവ് വഴിയിൽ ഇരിക്കുമ്പോൾ ഏലിയാവ് എതിരേറ്റ് വരുന്നത് കണ്ട് അവനെ അറിഞ്ഞിട്ട് സാഷ്ടാംഗം വീണു, എന്റെ യജമാനായ ഏലിയാവോ എന്ന് ചോദിച്ചു. അവനോട്, അതെ, ഞാൻ തന്നെ. നീ ചെന്ന് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് നിന്റെ യജമാനോട് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. അതിനു അവൻ പറഞ്ഞത്, അടിയനെ കൊല്ലേണ്ടതിനു ആഹാബിന്റെ കയ്യിൽ ഏൽപ്പിപ്പാൻ അടിയനെന്തു പാപം ചെയ്തു? നിന്റെ ദൈവമായ യഹോവയാണ്. നിന്നെ അന്വേഷിപ്പാൻ എന്റെ യജമാൻ ആളെ അയക്കാത്ത ജാതിയും രാജ്യവുമില്ല. നീ അവിടെയില്ല എന്നു അവർ പറഞ്ഞപ്പോൾ അവൻ ആ രാജ്യത്തെയും ജാതിയെയും കൊണ്ട് നിന്നെ കണ്ടിട്ടില്ല എന്ന് സത്യം ചെയ്യിച്ചു. ഇങ്ങനെയിരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനോട് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്ക എന്ന് കൽപ്പിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ പിരിഞ്ഞുപോയ ഉടനെ യഹോവയുടെ ആത്മാവ് നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോകും. ഞാൻ ആഹാബിനോട് ചെന്ന് അറിയിക്കുകയും അവൻ നിന്നെ കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കൊല്ലുമല്ലോ. അടിയനോ ബാല്യം മുതൽ യഹോവ ഭക്തനാകുന്നു. ഈസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഞാൻ യഹോവയുടെ പ്രവാചകന്മാരിൽ 100 പേരെ ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ചു അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ച വസ്തുത യജമാൻ അറിഞ്ഞിട്ടില്ലയോ? അങ്ങനെയിരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനോട് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്ക എന്ന് കൽപ്പിക്കുന്നുവോ? അവൻ എന്നെ കൊല്ലുമല്ലോ. അതിന് ഏലിയാവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്. ഞാൻ ഇന്നു അവനെ എന്നെ തന്നെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓബേദ്യാവ് ആഹാബിനെ ചെന്ന് കണ്ടു വസ്തുത അറിയിച്ചു. ആഹാബ് ഏലിയാവെ കാണുവാൻ ചെന്നു. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആർ ഇത്? ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിനു അവൻ പറഞ്ഞത്, ഇസ്രയേലിനെ കഷ്ടപ്പെടുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ. എന്നാൽ ഇപ്പോൾ ആളയച്ച എല്ലാ ഇസ്രയേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഈസബേലിനെയും മേശയെങ്കിൽ ഭക്ഷിച്ചുവരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുക. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രയേൽ മക്കളുടെയും അടുക്കൽ ആളയച്ചു കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽവെക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് ഖണ്ണമാക്കി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട്, നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്തു ആദ്യം ഒരുക്കിക്കൊള്ളുവീൻ. നിങ്ങൾ അധികം പേരുണ്ടല്ലോ. എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്തു ഒരുക്കി, ബാലേ ഉത്തരമരളയണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിനു ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ച്, ഉറക്കെ വിളിപ്പീൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷേ ഉറങ്ങുകയാകുന്നു. അവനെ ഉണർത്തണമെന്ന് പറഞ്ഞു. അവർ ഉറക്കെ വിളിച്ച് പതിവ് പോലെ രക്തം ഒഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ്, എന്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി, നിനക്ക് ഇസ്രയേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും 2 സെയ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറക് അടുക്കി
കാളയെ കണ്ണം കണ്ണമാക്കി വിറകിന്മീതെ വെച്ചു 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീൻ എന്ന് പറഞ്ഞു. 2-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവീൻ എന്നു അവൻ പറഞ്ഞു. അവർ 2-ാം പ്രാവശ്യവും ചെയ്തു. അതിനുശേഷം 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ 3-ാം പ്രാവശ്യവും ചെയ്തു. വെള്ളം യാഗപീഠത്തിന് ചുറ്റും ഒഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രയേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പനപ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ. യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്നും ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അതുകൊണ്ട് കവിണ് വീണു, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞു. ഏലിയാവ് അവരോട്, ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പീൻ, അവരിൽ ഒരുത്തനും ചാടിപ്പോകരുത് എന്ന് പറഞ്ഞു. അവർ അവരെ പിടിച്ചു. ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്നു അവിടെ വെച്ച് വെട്ടിക്കൊന്നു കളഞ്ഞു. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ചു പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിനു മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനു അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്നു ഒരു മനുഷ്യന്റെ കൈപോലെ ഒരു ചെറിയ മേഘം പോകുന്നു എന്ന് പറഞ്ഞു. അതിനു അവൻ, നീ ചെന്നു ആഹാബിനോട്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കാർത്തു വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രയേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ടു യോർദാനക്കരെ യഹൂദ്യദേശത്തിന്റെ അതിരോളം ചെന്നു. വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ചു അവരെ സൌഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നു അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിനു അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടു ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളിച്ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ടു അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ചു മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചില ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു. പിന്നെ അവിടെ നിന്ന് യാത്രയായി. അനന്തരം ഒരുത്തൻ വന്നു അവനോട്, ഗുരോ, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേയുള്ളൂ.
ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്നു അവനോട് പറഞ്ഞു. ഏവ എന്നു അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെ എന്നു പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ട് ദുഃഖിച്ചു പൊയ്ക്കളഞ്ഞു. യേശു തന്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെയെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്കെന്ത് കിട്ടുമെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രയേൽ ഗോത്രം 12നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞവനു എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. എങ്കിലും മുമ്പന്മാർ പലർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകും. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് 1 വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണിനേരത്തും പുറപ്പെട്ടു മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവീൻ, ന്യായമായത് തരാം എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6-ാം മണിനേരത്തും 9-ാം മണിനേരത്തും ചെന്നു അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണിനേരത്തും ചെന്നു മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട്, നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായികൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്നു അവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ചു, പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണിനേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ടു വീട്ടുടയവന്റെ നേരെ പിറുപിറുത്തു, ഈ പിമ്പന്മാർ 1 മണിനേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച് ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് 1 പണം പറഞ്ഞൊത്തില്ലയോ? നിന്റേത് വാങ്ങി പോയിക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സ്. എനിക്കുള്ളതിനെക്കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്നെ കണ്ണു കടിക്കുന്നുവോ? ഇങ്ങനെ പിൻപന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരും ആകും. യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ടു വഴിവെച്ച് അവരോട് പറഞ്ഞത്, നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു. പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അന്ന് സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്ക വന്ന് നമസ്കരിച്ചു അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്തു വേണം എന്നു അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എന്റെ പുത്രന്മാർ 20 നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും
ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളിച്ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്നു അവർ പറഞ്ഞു. അവൻ അവരോട്, എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. എങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എന്റേതല്ല, എന്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. യേശു അവരെ അടുക്ക വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവർ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അവർ യെരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നുപോകുന്നത് കേട്ടു. കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. യേശു നിന്നു അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണം എന്നു അവർ പറഞ്ഞു. യേശു മനസ്സലിഞ്ഞു അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മക്കളെ, അപ്പന്റെ പ്രബോധനം കേട്ടു വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധിയെ ഉപദേശിച്ചു തരുന്നു. എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എന്റെ അപ്പനും മകനും എന്റെ അമ്മയ്ക്കു ഓമനയും ഏകപുത്രനുമായിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊള്ളുക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്ക, ജ്ഞാനം സമ്പാദിക്ക, വിവേകം നേടുക, മറക്കരുത്. എന്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്. അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വെക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്ക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. മകനെ, കേട്ടു എന്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല. ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം മുറുകെ പിടിക്ക, വിട്ടുകളയരുത്. അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്. ദുർജനത്തിന്റെ വഴി നടക്കുകയുമരുത്. അതിനോട് അകന്നു നിൽക്ക, അതിൽ നടക്കരുത്. അത് വിട്ടുമാറി കടന്നുപോക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല. വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു. ബലാത്കാരത്തിന്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടിച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു. ഏതെങ്കിൽ തട്ടി വീഴും എന്നു അവർ അറിയുന്നില്ല. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൌഖ്യവുമാകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളക. അധരങ്ങളുടെ വികടം നിങ്ങൾ നിന്ന് അകറ്റുക. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക.